പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 166 വചനമാണ് പഠിച്ചു വരികയുണ്ടായത്. കഴിഞ്ഞ എപ്പിസോഡിൽ വറഔൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്ന ഭാഗമാണ് വിശദീകരിക്കുകയുണ്ടായത്. സബബുകൾ നിലച്ചു പോകുന്നതും അറ്റുപോകുന്നതുമാണ് അവസാനമായി വിശദീകരിക്കുകയുണ്ടായത്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, സബബുകളുടെ ഉദ്ദേശം എന്ത് എന്നത് നമ്മൾ മനസ്സിലാക്കി. ബിഹിം എന്ന പ്രയോഗത്തിൽ ബ അർത്ഥമാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ കുഫ്ർ കാരണത്താൽ എന്നും അവരെ തൊട്ട് എന്നും അവരുൾപ്പെടെ, അവരോടൊപ്പം ആ സബബുകൾ ഉണ്ടായിരിക്കെ അവരുൾപ്പെടെ അറ്റുപോകുമെന്നൊക്കെ അതിനർത്ഥം വരും എന്ന് നമ്മൾ മനസ്സിലാക്കി. ചില തഫ്സീറുകളിൽ അവസാനം പറഞ്ഞ അർത്ഥമാണ് കൂടുതൽ യോജിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാ ഉൽ മുലാബസ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഈ സബബുകൾ അവരോടൊപ്പമുണ്ട് അന്ത്യനാളിൽ. സ്നേഹബന്ധങ്ങളായാലും കർമ്മങ്ങളായാലും കരാറുകളും ഉറപ്പുകളും ഉടമ്പടികളുമായാലും സ്ഥാനമാനങ്ങളായാലും ബന്ധങ്ങളായാലും ഒക്കെ അവരോടൊപ്പമുണ്ട്. പക്ഷേ അവരുൾപ്പെടെ അറ്റുപോവുകയും അവരൊന്നടങ്കം വീണുപോവുകയും ചെയ്യും എന്നാണ് ബാക്കി അപ്രകാരം അർത്ഥം നൽകുമ്പോൾ വരിക. കയറ് പൊട്ടി, കയറുൾപ്പെടെ ആള് താഴെ വീണു, നിലം പൊത്തി, നിലംപരിശായി എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥം ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് ഏറ്റവും ആവശ്യമായ സന്ദർഭമാണ് പരലോകകോടതി. ആ പരലോകകോടതിയിൽ ഈ സബബുകൾ അവരുടെ കൈപ്പിടിയിലുണ്ടായിട്ടും അതോടുകൂടി അവർ വീണുപോകുന്ന ദുരവസ്ഥയാണ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്നത് അർത്ഥമാക്കുന്നത്. ഈ സബബുകൾ കൂടെ ഉണ്ടായിട്ടും ഉപകരിച്ചില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം അവർ പതിതരാകുന്നു. ചില വചനങ്ങളിൽ അതവർക്ക് ശത്രുതയും വിനയുമായി മാറുന്നു എന്നുള്ളതാണ്. സൂറത്തുൽ അങ്കബൂത്തിന്റെ 25 അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇന്നമത്തഖത്തും മിൻ ദൂനില്ലാഹി ഔസാനം മവദ്ദതം ബൈനികും ഫിൽ ഹയാത്തിദ് ദുനിയ സുമ്മ യൗമൽ ഖിയാമത്തി യക്ഫുറു ബഅദുകും ബിബഅദിൻ വയൽഅനു ബഅദുകും ബഅദ എന്നാണ്. അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ വസനുകളെ, ബിംബങ്ങളെ സ്വീകരിച്ചത് മവദ്ദതം ബൈനികും ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങൾ കാരണത്താലാണ്. സുമ്മ യൗമൽ ഖിയാമ, പിന്നീട് അന്ത്യനാളിൽ നിങ്ങളിൽ ചിലരെ അവിശ്വസിക്കും, നിഷേധിക്കും. വയൽഅനു ബഅദുകും ബഅദ, നിങ്ങളിൽ ചിലരെ പഴിക്കുകയും ശപിക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ബന്ധങ്ങൾ അറ്റുപോവുക മാത്രമല്ല, പഴിക്കുകയും ശപിക്കുകയും അവിശ്വസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുകയാണ്. ഏറെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് അനുയായികളിൽ നിന്ന് നേതാക്കന്മാർ പറഞ്ഞൊഴിയുകയും അകന്നു മാറുകയും ചെയ്യുന്ന ഈ ഒരു വിഷയം. ബന്ധങ്ങൾ അറ്റുപോയി, ബന്ധങ്ങളുടെ പേരിൽ പഴിക്കുകയും ശപിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ എന്ന് മാത്രമല്ല, നേതാക്കന്മാരും അനുയായികളും പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും മുഖാമുഖം നിൽക്കുകയും അന്യോന്യം തർക്കിക്കുകയും വാഗ്വാദത്തിലേർപ്പെടുകയും ചെയ്യുന്ന രംഗവും വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പറയപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഗാഫിറിൻ്റെ 47 അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുകൂട്ടരും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൻ്റെ, ന്യായവാദത്തിൻ്റെ രംഗം വിവരിക്കുന്നുണ്ട്. വൈദി യതഹാജ്ജൂന ഫിന്നാർ, നരകത്തിയിൽ അവരന്യോന്യം ന്യായവാദം നടത്തുന്ന സന്ദർഭം ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്, അവിടെ ന്യായവാദം പിന്തുടർന്ന ദുർബലരും പിന്തുടരപ്പെട്ട അഹംഭാവികളും വലിപ്പം നടിച്ചിരുന്നവരുമായിരിക്കും. ഫയഖൂലു ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറു ഇന്നാ കുന്നാ ലക്കും തബഅ, വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന സമയം ദുർബലർ, അഹങ്കാരം
നടിച്ചിരുന്നവരോട്, വലിപ്പം നടിച്ചിരുന്നവരോട് പറയും, ഞങ്ങൾ നിങ്ങളുടെ പിൻഗാമികളായിരുന്നു. ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ, അതിനാൽ നരകത്തിയിൽ നിന്ന് വല്ല വിഹിതവും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾ ഒരുക്കമാണോ? ഇതാണ് ദുർബലരുടെ ചോദ്യം. അതിനോട് അഹങ്കാരികളായിരുന്ന നേതാക്കന്മാരുടെ പ്രതികരണം, ഖാലല്ലദീന ഇസ്തക്ബറു ഇന്നാ കുല്ലും ഫീഹ, തീർച്ചയായും നമ്മളെല്ലാവരും ആ നരകത്തിയിലാണുള്ളത്. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, അല്ലാഹു അടിയാറുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു, തീർച്ച എന്നതായിരിക്കും. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ വചനത്തിൽ പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും മുഖാമുഖം അവർ വാഗ്വാദത്തിലും ന്യായവാദത്തിലും ഏർപ്പെട്ട് സംസാരിക്കുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുകയാണ്. സൂറത്ത് സബയിൻ്റെ 31 മുതലുള്ള വചനങ്ങളിൽ മറ്റൊരു രംഗം നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുന്നു. വലൗ തറാ ഇദി ളാലിമൂന മൗഖൂഫൂന ഇൻദ റബ്ബിഹിം യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ, അക്രമികൾ തങ്ങളുടെ റബ്ബിങ്കൽ നിർത്തപ്പെടുന്ന രംഗം തിരുദൂതരെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ. എന്താണ് ആ രംഗം? യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ, അക്രമികളിൽ ചിലർ ചിലരുടെ മേൽ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കും. എങ്ങനെ? യഖൂലു അല്ലദീന ഇസ്തുദ്ഈഫു ലില്ലദീന ഇസ്തക്ബറു ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ, ദുർബലരായി ഗണിക്കപ്പെട്ടവർ അഹങ്കരിച്ചിരുന്നവരോട്, വലിപ്പം നടിച്ചിരുന്നവരോട് പറയും, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സത്യവിശ്വാസികളായിരുന്നേനെ എന്ന്. അപ്പോൾ ഖാലല്ലദീന ഇസ്തക്ബറു ലില്ലദീന ഇസ്തുദ്ഈഫു, അഹങ്കരിച്ചിരുന്നവർ, ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്ന അനുയായികളോട് പറയും, അനഹ്നു സദദ്നാകും അനിൽ ഹുദാ ബഅദ ഇദ് ജാഅകും, സന്മാർഗം നിങ്ങൾക്ക് വന്നതിന് ശേഷം ഞങ്ങളാണോ സന്മാർഗത്തിൽ നിന്ന് തടഞ്ഞത്? ബൽ കുൻതും മുജ്രിമീൻ, അങ്ങനെയല്ല, നിങ്ങൾ കുറ്റവാളികളായി തുടർന്നതിനാലാണ് സന്മാർഗം നിങ്ങളെ തൊട്ട് തടുക്കപ്പെട്ടത്. ഇതാണ് അവരുടെ പ്രതികരണം. അപ്പോൾ അനുയായികൾ, ദുർബലരായി ഗണിക്കപ്പെട്ടവർ, വഖാലല്ലദീന ഇസ്തുദ്ഈഫു ലില്ലദീന ഇസ്തക്ബറു, ദുർബലരായി ഗണിക്കപ്പെട്ടവർ, വലിപ്പം നടിച്ചിരുന്ന അഹങ്കാരികളോട് പറയും, ബൽ മക്റുൽ ലൈലി വന്നഹാർ ഇത്തഅ്മുറൂനനാ അൻ നക്ഫുറ ബില്ലാഹ് വനജ്അല ലഹു അൻദാദ, അല്ലാഹുവെ അവിശ്വസിക്കുവാനും അവൻ്റെ സമന്മാരെ സ്വീകരിക്കുവാനും നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്ന സമയം, രാപ്പകൽ നീണ്ട നിങ്ങളുടെ കുതന്ത്രം നിമിത്തമാണ് ഞങ്ങൾ സത്യത്തിൽ നിന്ന് തടുക്കപ്പെട്ടത് എന്ന്. വഅസറുന്നദാമത ലമ്മാ റഔൽ അദാബ്, അതോടുകൂടി ഖേദം ഉള്ളിലമർത്തലും ഖേദപ്രകടനവുമാണ് ശിക്ഷ അവർ കാണുന്ന ആ സമയമായാൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ ഇതുപോലത്തെ വചനങ്ങൾ പലതുണ്ട്. പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും ഒഴിഞ്ഞുമാറുകയും നിരുത്തരവാദികളാവുകയും തള്ളിപ്പറയുകയും പഴിക്കുകയും ശപിക്കുകയും പരസ്പരം മുഖാമുഖം ന്യായവാദങ്ങൾ നിരത്തുകയും, പിന്തുടരപ്പെട്ടത് പിശാചും പിന്തുടർന്ന അനുയായികളും അവിടം പിശാചിൻ്റെ പറഞ്ഞൊഴിച്ചിലിൽ നിരാശ കടിപ്പെടുകയും പരാജിതരാവുകയും ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. സൂറത്ത് ഇബ്രാഹീമിൻ്റെ 22 നമ്മളത് വായിക്കുന്നു. വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലിയ അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലി എന്ന് തുടങ്ങി ആ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശൈത്താൻ വിധിതീർപ്പിനപ്പുറം പറയും, നിശ്ചയം അല്ലാഹു സത്യമായ ന്യായമായ വാഗ്ദാനം അത് നിങ്ങൾക്ക് നൽകി. വവഅദ്തുകും, ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകി. ഫഅഖ്ലഫ്തുകും, ഞാൻ നൽകിയ വാഗ്ദാനം നിങ്ങളോട് ലംഘിച്ചു. നിങ്ങൾക്ക് മേൽ എനിക്ക് യാതൊരു ആധിപത്യവും അധികാരവും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുകയുണ്ടായി എന്നതാണ് ഉണ്ടായത്. ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലി ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്നാണ് ശൈത്താൻ, പിശാച് അവിടെ പറഞ്ഞൊഴിയുക. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി, ഞാൻ ഒരിക്കലും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവനല്ല, നിങ്ങളും എന്നെ രക്ഷപ്പെടുത്തുന്നവരല്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, മുമ്പ് എന്നെ നിങ്ങൾ പങ്കുചേർത്തത് ഞാൻ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ശൈത്താൻ അനുയായികളിൽ നിന്ന് അകലുക, ഒഴിയുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇതുപോലെ
ധാരാളം വചനങ്ങൾ അനുയായികളെ, പിന്തുടർന്നവരെ, പിന്തുടരപ്പെട്ട നേതൃത്വം നിരാശപ്പെടുത്തുന്ന, സങ്കടക്കയത്തിലകപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന വിഷയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ എത്ര ഗൗരവപ്പെട്ടൊരു വിഷയമാണ് നമ്മളുടെ ഈ ഒരു ആയത്തിൻ്റെ വിഷയം. ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്ന ഈ വചനം വിളിച്ചറിയിക്കുന്ന വിഷയം. ഇതിനെ തുടർന്ന് 167 വചനവും നമ്മോട് പറയുന്നത് ഈ ഒരു പറഞ്ഞൊഴിച്ചിലിൻ്റെ, അകറ്റി നിർത്തുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ്. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. സൂറത്തുൽ ബഖറയിലെ ഈ 167 വചനം അർത്ഥമാക്കുന്നതും തേടുന്നതും എന്താണ് നമുക്ക് പഠിക്കാം. അള്ളാഹു പറയുന്നു, വഖാലല്ലദീന തബഉ, പിന്തുടർന്നവർ പറയും, അനുയായികൾ പറയും, ലൗ അന്ന ലനാ കറതൻ ഫനതബറഅ മിൻഹും, തീർച്ചയായും ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ, ഫനതബറഅ മിൻഹും, ആ മടക്കം വരിച്ച് അവരിൽ നിന്ന് ഞങ്ങൾക്കും അകലുകയും ഒഴിയുകയും ചെയ്യാമായിരുന്നു. കമാ തബറഉ മിന്ന, ഞങ്ങളിൽ നിന്നവർ ഒഴിയുകയും അകലുകയും ചെയ്ത പോലെ. ഇവിടെ ഈ വചനത്തിൽ പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരിൽ നിന്ന് ഒഴിയുകയും അകലുകയും ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ പിന്തുടരപ്പെട്ടവർ തികഞ്ഞ നൈരാശ്യത്തിൽ, സങ്കടത്തിൽ പ്രതികരിക്കുന്ന വിഷയമാണ് പ്രതിപാദ്യം. വഖാലല്ലദീന തബഉ, അല്ലദീന തബഉ എന്ന് പറഞ്ഞാൽ അൽ അത്ബാ, പിന്തുടർന്നവർ. അവർ പറയുന്നത് ലൗ അന്ന ലനാ കറതൻ ഫനതബറഅ മിൻഹും എന്നാണ്. അവർ കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ് വന്ന വഴിയെ ഒരു മടക്കത്തിന്. ലൗ അന്ന ലനാ കറതൻ എന്നുള്ളിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ആ പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വായിക്കേണ്ടുന്ന പ്രയോഗങ്ങളാണ്. തുടക്കത്തിൽ പറഞ്ഞ ലൗ, അതിവിടെ ഷർത്തിയ്യത്തല്ല. സാധാരണ ലൗ പ്രയോഗിക്കൽ ഷർത്തിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ലൗ സബതത് ലനാ കറതുൻ ലതബറഅനാ മിൻഹും, ഞങ്ങൾക്ക് വന്ന വഴിയെ ഒരു മടക്കം സ്ഥിരപ്പെട്ടിരുന്നുവെങ്കിൽ അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിയുകയും അകലുകയും ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഉദ്ദേശമല്ല ഇവിടെ. ഇവിടെ ലൗ എന്നത് ലി തമന്നി, തമന്നിക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ലഭിക്കാൻ പ്രയാസകരമായ ഒരു വസ്തു നേടുവാൻ ആഗ്രഹം കൂടുതലായിരിക്കും, കൊതി കൂടും. അതാണ് തമന്നി, കൊതിക്കുക, പൂതി വെക്കുക, കിട്ടാൻ പ്രയാസകരമായ കാര്യത്തിൽ. അങ്ങനെ തമന്നിക്ക് വേണ്ടി ലൗ പ്രയോഗിക്കും. ഔഫ് ഇബ്നു മാലിക് അൽ അസ്ജഈ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയ്ക്ക് വേണ്ടി നിസ്കരിച്ചു. അപ്പോൾ ഔഫ് ഇബ്നു മാലിക് അൽ അസ്ജഈ ആ ജനാസ നിസ്കാരത്തിലെ ദുആ ശ്രദ്ധിക്കുകയും അത് പാഠമാക്കുകയും ചെയ്തു. എന്തായിരുന്നു ദുആ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മുദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖ്ഹിഹി മിനൽ ഖതായ കമാ നഖൈത الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وقه فتنة القبر وعذاب النار. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. അത് ഔഫുൽ അസ്ജഈ കേട്ട് മനപ്പാഠമാക്കി. എന്നിട്ട് ഔഫിൻ്റെ പ്രതികരണം, അതാണ് നമ്മുടെ വിഷയം. ഫതമന്നൈതു അൻ ലൗ കുൻതു അനൽ മയ്യിത്ത് ലിദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദാലികൽ മയ്യിത്ത്. ആ മയ്യത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതിനാൽ ആ മയ്യത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ്. ലൗ കുൻതു അനൽ മയ്യിത്ത്, ഞാൻ ആ മയ്യത്തായിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം കൊതിച്ചു എന്നാണ്. അവിടെ ലൗ എന്നത് എന്തിനാ? അത് ഷർത്തിയ്യത്തല്ല, പിന്നെയോ അത് ലി തമന്നി, തമന്നിക്ക് വേണ്ടിയാണ്. ആഗ്രഹത്തെ, കൊതിയെ, പൂതിയെ ദ്യോതിപ്പിക്കാൻ, അതും നേടാൻ ശ്രമകരമായ, കിട്ടാൻ പ്രയാസകരമായ ഒരു കാര്യത്തെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലൗ അന്ന ലനാ കറതൻ എന്ന് പ്രയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു വിഷയം കൂടിയുണ്ട്. പരലോക കോടതിയിൽ അവിശ്വാസിയുടെ കൊതിയും പ്രയോഗവും ലൗ എന്ന പദപ്രയോഗം കൊണ്ടായിരിക്കും. എന്നാൽ വിശ്വാസിയുടേത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലൗല എന്ന പദപ്രയോഗം കൊണ്ടായിരിക്കും. എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? അവിശ്വാസി പ്രയോഗിക്കുന്ന ലൗ, നമ്മുടെ ഈ വചനത്തിൽ
ലൗ അന്നലന കിറത്തൻ എന്നിടത്ത് വന്നതുപോലെ ലൗ എന്നതിൻ്റെ പ്രത്യേകത എന്താണ്? വിശ്വാസി പ്രയോഗിക്കുന്ന ലൗല എന്നതിൻ്റെ പ്രത്യേകത എന്താണ്? അവിശ്വാസിയുടേത് ഈ ഒരു വചനത്തിൽ മാത്രമല്ല, അവിശ്വാസിയുടേത് ഇതുപോലെ ലൗ എന്ന പദപ്രയോഗത്തിൽ വേറെയും അവൻ്റെ ആഗ്രഹവും അവൻ്റെ കൊതിയും പൂതിയുമുണ്ട്. ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. അവിശ്വാസി പറയും, അള്ളാഹു എന്നെ ഹിദായത്തിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ മുത്തഖീങ്ങളിൽപ്പെട്ടവനാകുമായിരുന്നു. അതേപോലെ മറ്റൊരു വചനത്തിൽ ലൗ അന്നലി കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. വന്ന വഴിയെ എനിക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സുഹൃതവാന്മാരിൽ ആകുമായിരുന്നു. ഇതൊക്കെ അവിശ്വാസിയുടെ ആഗ്രഹവും പൂതിയാണ്. അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗ എന്നുള്ളതാണ് പ്രയോഗം നടത്തിയിട്ടുള്ളത്. ഇതേപോലെ റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ലൗ കാനൂ മുസ്ലിമീൻ, അവിശ്വാസിയുടെ ആഗ്രഹമാണ് തങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എന്ന്. ഹദീസിൽ കാണാം, നരകവാസികൾ നരകത്തിൽ സംഗമിച്ചാൽ അഹ്ലുൽ ഖിബലയിൽപ്പെട്ട ആളുകളും അവരോടൊപ്പം നരകത്തിലുണ്ടായാൽ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളും വിശ്വാസികളിൽ പാപങ്ങൾ ചെയ്ത് നരകശിക്ഷ അർഹിക്കുന്ന ആളുകൾ, അവരാണ് അഹ്ലുൽ ഖിബല. അവർ നരകത്തിൽ നരകവാസികളോടൊപ്പമായാൽ അവിശ്വാസികൾ പറയും, അലം തകൂനു മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നില്ലേ എന്ന് വിശ്വാസികളോട് ചോദിക്കും, ഈ ശിക്ഷാർഹരായ മുസ്ലിമീങ്ങളോട്. അപ്പോൾ മുസ്ലിമീങ്ങൾ പറയും, ബല, അതെ ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നു. അപ്പോൾ അവിശ്വാസികൾ ചോദിക്കും, ഫമ അഗ്ന അൻകും ഇസ്ലാമുക്കും, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാം ഉപകരിച്ചില്ലേ? വഖദ് സിർത്തും മഅന ഫിന്നാർ, ഞങ്ങൾ അവിശ്വാസികളോടൊപ്പം എങ്ങനെ നിങ്ങൾ മുസ്ലിമീങ്ങൾ നരകത്തിയിലായി തീർന്നു? അപ്പോൾ വിശ്വാസികൾ പറയും, കാനത്ത് ലനാ ദുനൂബുൻ, ഞങ്ങൾക്ക് ചില തെറ്റുകൾ ഉണ്ടായിരുന്നു. ഫഉഖിദ്നാ ബിഹ, ആ തെറ്റുകളാൽ ഞങ്ങൾ പിടികൂടപ്പെട്ടവരാണ്, ശിക്ഷയ്ക്ക് വേണ്ടി നരകത്തിൽ ആക്കപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയസ്മഉല്ലാഹു മാ ഖാലു, മുസ്ലിമീങ്ങൾ അവിശ്വാസികളോട് പറഞ്ഞ ആ പ്രയോഗം അത് അള്ളാഹു കേൾക്കും. അങ്ങനെ ഫയഅ്മുറു ബിമൻ കാന മിൻ അഹ്ലിൽ ഖിബ്ലതി ഫഉഖ്രിജു, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട മുസ്ലിമീങ്ങളെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ അള്ളാഹു കൽപ്പിക്കും. അങ്ങനെ അവർ നരകത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടും. ഫലമ്മാ റഅ ദാലിക അഹ്ലുന്നാർ, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട മുസ്ലിമീങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടുന്നത് നരകവാസികളായ അവിശ്വാസികൾ കാണുമ്പോൾ അവർ പറയും, യാ ലൈതനാ കുന്നാ മുസ്ലിമീൻ ഫനഖ്റുജു കമാ ഖറജു, ഞങ്ങളും മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർ പുറത്തു പോയതുപോലെ ഞങ്ങൾക്കും പുറത്തു പോകാമായിരുന്നു. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയത്. സൂറത്തുൽ ഹിജ്റിൻ്റെ തുടക്ക വചനം, അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. കണ്ടോ, അവിടെ ഞാൻ ഈ സംഭവം കൊണ്ടുവന്നത് ഈ ലൗ കാനൂ മുസ്ലിമീൻ എന്നുള്ളത് അവിശ്വാസികൾ അന്ത്യനാളിൽ നരകത്തിയിൽ കൊതിക്കുന്ന പൂതി വെക്കുന്ന വിഷയമാണ്. ഇവിടെയും ലൗ എന്നാണ് പ്രയോഗിച്ചത്. അതാണ് നമ്മുടെ വിഷയം. അവിശ്വാസി ആഗ്രഹിക്കുമ്പോൾ കൊതിക്കുമ്പോൾ ലൗ കാനൂ മുസ്ലിമീൻ, ലൗ അന്നലി കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. നമ്മുടെ ഈ വചനത്തിൽ നമ്മൾ കേട്ട പോലെ ലൗ അന്നലനാ കറതൻ ഫനതബറഅ മിൻഹും, ഇങ്ങനെയാണ്. എന്നാൽ വിശ്വാസിയോ? വിശ്വാസി പ്രയോഗിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് അറാഫിൻ്റെ 43-ൽ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ വഴി കാണിച്ച അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ അടങ്കലും. ഞങ്ങളൊരിക്കലും മാർഗം പ്രാപിക്കുന്നവരായിരുന്നില്ല. ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു ഞങ്ങൾക്ക് മാർഗം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ. ഇവിടെ ലൗല എന്നാണ് പ്രയോഗിച്ചത്. അവിശ്വാസിയുടെ പ്രയോഗത്തിലെ ലൗ, വിശ്വാസിയുടെ പ്രയോഗത്തിലെ ലൗല. എന്താ ഇത് തമ്മിൽ വ്യത്യാസം? വ്യാകരണത്തിൽ ലൗ എന്ന അവ്യയം ഹർഫും തിനാഇൻ ലിം തിനാഇൻ എന്നാണ് പറയുക. എന്നാൽ ലൗല ഹർഫും തിനാഇൻ ലി വുജൂദ് എന്നാണ് പറയുക. എന്താണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ, ഉദ്ദേശം? ലൗ ഹർഫും തിനാഇൻ ലിം തിനാ എന്ന് പറഞ്ഞാൽ ലൗവിന് ശേഷമുള്ള ഷർത്തും ജവാബും രണ്ടും ഉണ്ടായിട്ടുണ്ടാവില്ല. ലൗ ഊലിജൽ മരീദു ലസലിം, രോഗി ചികിത്സിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ എന്നാണ്. അവിടെ രോഗി ചികിത്സിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്നത് ഷർത്താണ്, ലസലീം എന്നത് ജവാബാണ്. അപ്പോൾ രോഗി ചികിത്സിക്കപ്പെട്ടിട്ടില്ല, അതിനാൽ തന്നെ രോഗി
രക്ഷപ്പെടുക എന്നുള്ളതും ഉണ്ടായിട്ടില്ല. ഷർത്തും ഇല്ല, ജവാബും ഇല്ല. അതാണ് ഹർഫും തിന ഇല്ലിം തിന. അതുകൊണ്ട് തന്നെ അവിശ്വാസി പരലോകത്ത് ലൗ കാനു മുസ്ലിമീൻ, തങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചിട്ട് കാര്യമല്ല. മുസ്ലിമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നടക്കില്ല, ഉണ്ടാകില്ല. ഇവിടെ ലൗ അന്നലന കറത്തം ഫനതബറഅ മിൻഹും, ഞങ്ങൾക്കൊരു മടക്കം സ്ഥിരപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും നേതാക്കന്മാരിൽ നിന്ന് പറഞ്ഞൊഴിയാമായിരുന്നു, അകലാമായിരുന്നു എന്നത് രണ്ടും നടക്കില്ല. മടക്കവും സാധ്യമല്ല, അവരിൽ നിന്ന് പറഞ്ഞൊഴിയുക എന്നുള്ളതും സാധ്യമല്ല. എന്നാൽ ലൗല പ്രയോഗിക്കുമ്പോഴോ, ലൗലയുടെ പ്രയോഗം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ പറഞ്ഞു ഹർഫ് ഇംതിന ഇൻ ലി വുജൂദ് എന്നാണ്. ലൗലല്ലത്തിലിൽ ഇംതിന ഹർഫുൻ വുജിദ് ലിതിൽ വിതിൽവിൻ ഇംതിന അൻ ലിൽ വുജൂദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ലൗല നബഹൽ കൽബു ലദഖലൽ ലിസ്സു, നായ കുരച്ചില്ലായിരുന്നുവെങ്കിൽ അക്രമക്കുമുള്ള കള്ളൻ കയറുമായിരുന്നു എന്ന് പറയും. ഇവിടെ കള്ളൻ കയറിയോ? ഇല്ല. എന്തുകൊണ്ട്? നായ കുരച്ചതിനാൽ. അപ്പോൾ ഇവിടെ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്, ഞങ്ങൾ മാർഗം കാണുന്നവരാകുമായിരുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ ഹിദായത്തിലാക്കുക എന്നുള്ളതുണ്ടായിരുന്നില്ലെങ്കിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിലാക്കുക എന്നുള്ളതുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് മാർഗം കാണുന്നവരായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, രണ്ട് വിഭാഗത്തിൻ്റെയും ഈ പ്രയോഗം. അവിശ്വാസി ലൗ എന്നാണ് പ്രയോഗിക്കുന്നത്, വിശ്വാസി ലൗല എന്നാണ് പ്രയോഗിക്കുന്നത്. ഏതായാലും ഇവിടെ ലൗ എന്നത് അവിശ്വാസിയുടെ അല്ലെങ്കിൽ അനുയായികളുടെ, പിന്തുടർന്നവരുടെ വൃഥ കൊതിയും പൂതിയും ദ്യോതിപ്പിക്കാനാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ലൗ അന്നലന കറത്തൻ, അന്നലന കറത്തൻ, ഞങ്ങൾക്ക് തീർച്ചയായും ഒരു കറത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന പൂതി. എന്താണ് ഈ കറത്ത്? കറത്ത് വന്ന വഴിയേ ഉള്ള മടക്കമാണ്. ഇവിടെ വന്നത് ദുനിയാവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ റജഅത്തുൻ ഇല ദുനിയ, ദുനിയാവിലേക്കുള്ള മടക്കം എന്നതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. ഇവിടെ ഈ മിക്കർ, അതേപോലെ മുൻ കവിതയിൽ കേട്ട അക്കുറു, ഇതൊക്കെ ഈ കറത്തിൽ നിന്ന് വിൽപ്പന്നമാണ്. എന്ന് പറഞ്ഞാൽ പാഞ്ഞ വഴിയെ, പോയ വഴിയെ തിരിച്ചു മടങ്ങുക എന്ന അർത്ഥത്തിലാണ് ഈ പദം പ്രയോഗിക്കാറുള്ളത്. ലൗ അന്നലന കറത്തൻ എന്ന് പിന്തുടർന്നവർ അവിടെ വെച്ച് ആഗ്രഹിക്കും. പക്ഷേ ആഗ്രഹം വൃഥ ആഗ്രഹമാണ്, വിഫലമായ പൂതിയുമാണ്. പരലോകം പൂകി, ആഖിറമണഞ്ഞു, ഇനി ചെന്ന വഴിയെ ദുനിയാവിലേക്കൊരു മടക്കം അത് അസാധ്യമാണ്. ലൗ അന്നലന കറത്തൻ. ഇൻഷാ അല്ലാഹ്, എന്തിനാണ് അവിശ്വാസി ഇങ്ങനെ പൂതി വെക്കുന്നത്, ആഗ്രഹിക്കുന്നത്? അതിൻ്റെ വിഷയങ്ങൾ, വിവരങ്ങൾ ആയത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.